പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇന്ന് റേഷൻ വ്യാപാരികളെ കടയടപ്പ് സമരമാണ്. അതിനെതിരെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ രംഗത്ത് വന്നു. ജനങ്ങൾക്ക് റേഷൻ നിഷേധിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാരുമായി നേരത്തെ നടത്തിയ ചർച്ചയിൽ വ്യാപാരികൾ തൃപ്തരല്ലെങ്കിൽ വീണ്ടും ചർച്ച നടത്താമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ 24നോട് പറഞ്ഞു. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ 2 ദിവസത്തെ രാപ്പകൽ സമരത്തിനായി തിരുവനന്തപുരത്താണ്. ആ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി കൂടിയായ GR അനിൽ 24നോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തിയിരുന്നു, പക്ഷേ ആ ചർച്ച വിജയത്തിലേക്ക് എത്തിയില്ല. അവർ ഇപ്പോൾ സമരം നടത്തുന്ന പശ്ചാത്തലമാണ്. അത് വലിയ പ്രതിസന്ധി, തുടർച്ചയായി 4 ദിവസം റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്ന ഒരു പ്രതിസന്ധി ഉൾപ്പെടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ടല്ലോ. ജനങ്ങൾക്ക് അരി നിഷേധിക്കുന്ന ഒരു നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. ദേശീയ പണിമുടക്ക് നടക്കുന്ന സമയത്ത് പോലും പാലും അതുപോലെ റേഷൻ കടകളിലെ സാധനങ്ങളും ലഭ്യമാക്കാനുള്ള നടപടിയാണ് സാധാരണ സ്വീകരിക്കുന്നത്. റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തി ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പണിമുടക്ക് കൊണ്ട് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് ലഭ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണിമുടക്കിൽ നിന്ന് പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിന് അവരുമായി ചർച്ച നടത്തി ഉണ്ടാക്കിയ ധാരണകളാണ് പൊതു ചർച്ചകളിൽ പരസ്യമായി തന്നെ ധനമന്ത്രി ഞാനും സൂചിപ്പിച്ചത്. അപ്പോൾ അത് തൃപ്തരല്ലെങ്കിൽ ഇനി വീണ്ടും ചർച്ച ചെയ്ത് പരിഹരിക്കാം. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സർക്കാർ അനുകൂലവും പ്രതികൂലവും എന്നുള്ള വിഷയമില്ല. റേഷൻ വ്യാപാരികളോട് ചെയ്യാവുന്ന നീതിപൂർവമായ നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അക്കാര്യത്തിൽ അവർ ഈ സമരത്തിലേക്ക് പോകുന്നതിലൂടെ അത് അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ഇത് ഭാവിയിൽ അംഗീകരിക്കുന്നത് വരെ ആ കാലാവധി നീണ്ടുപോകാനേ ഉപകരിക്കൂ. അല്ലാതെ ഇത് ഇത്തരം വിഷയങ്ങൾ എന്തെങ്കിലും ഒരു സംശയത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ പുതിയ ഡിമാൻഡിന്റെ വിഷയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും ചർച്ച ചെയ്യാമായിരുന്നു. അവരറിയിക്കാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോവുകയല്ലാതെ അവർ ബഹിഷ്കരിക്കുകയോ അവർ എതിർത്ത് പോവുകയോ ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സ്വാഭാവികമായിട്ടും അവർക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നാണ്. ഭരണപക്ഷ സംഘടനകൾ അത് ബോധ്യപ്പെട്ട് കാണുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. മന്ത്രി GR അനിൽ പറയുകയായിരുന്നു, റേഷൻ കടകൾ അടച്ചിട്ട് ആൾക്കാരുടെ അന്നം മുട്ടിക്കുന്നത് ശരിയല്ല എന്നാണ് ഭക്ഷ്യമന്ത്രി പറയുന്നത്.